നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. MBBSൻ്റെയും BDSൻ്റെയും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. MCC.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെയും സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിൻ്റെയും ഷെഡ്യൂളാണ് സെപ്റ്റംബർ 1-ാം തീയതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ക്ലാസ് തുടങ്ങുന്ന ഡേറ്റുകളിലും മാറ്റമുണ്ട്. 2025 MBBSൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ 22-ാം തീയതിയോടുകൂടി ആയിരിക്കും. അലോട്ട്മെൻറ്റിൻ്റെ വിശദമായ ഷെഡ്യൂളുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണല്ലോ നടക്കുന്നത്. ഗവൺമെൻറ് മേഖലയിലെ MBBS, BDS, BSc നഴ്സിംഗ്, ESI കോളേജുകൾ, അതുപോലെ എയിംസ്, ജിപ്മർ, ഡീംഡ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടുന്ന MCC.nic.in എന്ന വെബ്സൈറ്റിലൂടെയുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ 3-ാം തീയതിയോടുകൂടി ആരംഭിക്കും. 12-ാം തീയതി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 19-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ പൂർത്തിയാക്കുകയും ചെയ്യണം. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും MBBSും BDSൻ്റെയും അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയോടുകൂടിയാണ്. ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചവരും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി ഹയർ ഓപ്ഷൻ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റും ലഭിക്കാത്തവരും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത്, അതായത് സെപ്റ്റംബർ 10-ാം തീയതി മുതൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അതനുസരിച്ച് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 25-ാം തീയതിയാണ്. വിശദമായ ഷെഡ്യൂളുകളുടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. MCC.nic.in എന്ന വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ 4-ാം തീയതി ആരംഭിക്കും. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തവർ രജിസ്ട്രേഷനോ പേയ്മെൻറ്റോ ചെയ്യേണ്ടതായിട്ടില്ല. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവർ മാത്രമാണ് 4-ാം തീയതി വെബ്സൈറ്റിൽ പ്രവേശിക്കേണ്ടത്. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ രജിസ്ട്രേഷനും പേയ്മെൻറ്റും പൂർത്തിയാക്കുകയും ഓപ്ഷനുകൾ ഫില്ല് ചെയ്തവർക്ക് വീണ്ടും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ സെപ്റ്റംബർ 5-ാം തീയതി മുതൽ 9-ാം തീയതി വൈകുന്നേരം വരെ സമയമുണ്ടാകും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും യാതൊരുവിധ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും MCCയുടെ വെബ്സൈറ്റിൽ ഒരു ഓപ്ഷനും നിലനിൽക്കുന്നതില്ല. അവർക്ക് ലഭിച്ച സീറ്റിനേക്കാളും താല്പര്യമുള്ള എല്ലാ സീറ്റുകളും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ, അതായത് സെപ്റ്റംബർ 5-ാം തീയതി മുതൽ പുതിയതായി വെക്കേണ്ടതാണ്. ഒരു സീറ്റും ലഭിക്കാത്തവരും അവർ ആദ്യം വെച്ചിരുന്ന ഓപ്ഷനുകളൊന്നും നിലനിൽക്കുന്നില്ല. അവരും എത്രത്തോളം കോളേജുകളിൽ ചേരാൻ താല്പര്യമുണ്ടോ അതിനനുസരിച്ച് മാക്സിമം ഓപ്ഷനുകൾ 5-ാം തീയതി മുതൽ 9-ാം തീയതിക്കകം ഫില്ല് ചെയ്യേണ്ടതാണ്. റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 12-ാം തീയതി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. 1-ാം റൗണ്ടിൽ ലഭിച്ച സീറ്റിനേക്കാളും ഒരു ഹയർ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ 13-ാം തീയതിക്കും 19-ാം തീയതിക്കും ഇടയിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ പോയി എല്ലാ സർട്ടിഫിക്കറ്റുകളും ഫീസും തിരികെ മേടിച്ച് 19-ാം തീയതിക്കുള്ളിൽ പുതിയ കോളേജിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണം. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ ലഭിച്ച സീറ്റ് റദ്ദായിട്ടുണ്ട്, ആ സീറ്റ് യാതൊരു കാരണവശാലും നിലനിൽക്കുന്നില്ല, ഹയർ ഓപ്ഷൻ കിട്ടിയ സീറ്റ് മാത്രമേ ഉള്ളൂ. നിർബന്ധമായും ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും മേടിച്ച് 19-ാം തീയതിക്കുള്ളിൽ പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. എന്നാൽ ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് ലഭിക്കുകയും ആ കോളേജിൽ പോയി അഡ്മിഷൻ പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥി രണ്ടാമത് ഓപ്ഷൻ കൊടുക്കുകയും മാറ്റമൊന്നും ലഭിച്ചില്ല എങ്കിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സീറ്റ് അവിടെ നിലനിൽപ്പുണ്ട്. അഡ്മിഷന് വേണ്ടി വീണ്ടും രണ്ടാമതായിട്ട് ആ കോളേജിനെ സമീപിക്കേണ്ടതായിട്ടില്ല. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ 12-ാം തീയതി സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 13-ാം തീയതിക്കും 19-ാം തീയതിക്കും ഇടയ്ക്ക് ആ കോളേജിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഫീസും അടച്ച് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. അങ്ങനെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയവർക്കും ഓൾ ഇന്ത്യയുടെ 3-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയുള്ള കേരള മെഡിക്കൽ MBBS BDS അലോട്ട്മെൻറ്റ് നടപടികൾ സെപ്റ്റംബർ 10-ാം തീയതിയോടുകൂടിയായിരിക്കും ആരംഭിക്കുന്നത്. 10-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഓപ്ഷനുകൾ കൊടുക്കാനുള്ള അവസരവും
അതിൽ ലഭിക്കുന്ന സീറ്റിനനുസരിച്ച് 25-ാം തീയതിക്കുള്ളിൽ കോളേജിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണം. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അതിനേക്കാളും ഹയർ ഓപ്ഷൻ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷനാണ് നടത്തേണ്ടത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി കേരള അലോട്ട്മെൻറ്റിൽ ആദ്യഘട്ടത്തിൽ ഒരു സീറ്റ് ലഭിക്കുകയും ഹയർ ഓപ്ഷന് 10-ാം തീയതി ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുകയും ചെയ്താൽ മാത്രമേ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയാൽ നമുക്ക് ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയും രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ നിർബന്ധമായും ചേരുകയും ചെയ്യണം. ഓപ്ഷൻ കൺഫർമേഷൻ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും നിർബന്ധമാണ്. ഇതനുസരിച്ച് സെപ്റ്റംബർ 22-ാം തീയതി മുതൽ മാത്രമേ ക്ലാസുകൾ ആരംഭിക്കുകയുള്ളൂ. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒക്ടോബർ 25-ാം തീയതിയോടുകൂടി മാത്രമേ ഈ വർഷത്തെ MBBS BDS അലോട്ട്മെൻറ്റ് നടപടികൾ അവസാനിക്കുകയുള്ളൂ. 3-ാം ഘട്ടവും 4-ാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികൾ ഒക്ടോബറിലാണ് നടക്കുക. ഏതാണ്ട് ഒക്ടോബർ 25-ാം തീയതിയോടുകൂടിയാണ് ഈ വർഷത്തെ MBBS BDS അലോട്ട്മെൻറ്റ് നടപടികൾ അവസാനിക്കുന്നത്. ഓൾ ഇന്ത്യയുടെ 3-ാം ഘട്ടം സെപ്റ്റംബർ 23-ാം തീയതിയും 4-ാം ഘട്ടം ഒക്ടോബറിലുമാണ് ആരംഭിക്കുന്നത്. എന്നാൽ ക്ലാസുകൾ സെപ്റ്റംബർ 22-ാം തീയതിയോടുകൂടി ഓറിയൻറ്റേഷൻ പ്രോഗ്രാമോടുകൂടി ആരംഭിക്കുന്നതും ആയിരിക്കും. വിശദമായ ഷെഡ്യൂളുകൾക്ക് അതാത് വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.